നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത്. MLS-ന്റെ തലവര തന്നെ മാറിമറിഞ്ഞ ഒരു നീക്കമായിരുന്നു അത്. കൂടുതൽ മികച്ച താരങ്ങളെ ആകർഷിക്കാൻ പിന്നീട് MLS-ന് കഴിഞ്ഞു. മെസ്സിയുടെ സഹതാരങ്ങളായിരുന്ന ജോർദി ആൽബ, അതുപോലെ തന്നെ സെർജിയോ ബുസ്കറ്റ്സ്, ലൂയിസ് സുവാരസ് എന്നിവരൊക്കെ ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂഗോ ലോറിസിനെ പോലെയുള്ള പല താരങ്ങളും ഇപ്പോൾ MLS-ൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് goal.com ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഭാവിയിൽ MLS-ലേക്ക് എത്താൻ സാധ്യതയുള്ള 10 സൂപ്പർ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുന്നത് അന്റോനി ഗ്രീസ്മാൻ ആണ്. ഫ്രഞ്ച് സൂപ്പർ താരമായ ഗ്രീസ്മാൻ നേരത്തെ തന്നെ MLS-നോടുള്ള തന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നാണ് വിടുന്നത്, അതിനുശേഷം MLS-ലേക്ക് താൻ ചേക്കേറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഗ്രീസ്മാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പുലിസിച്ച്, നമുക്കറിയാം അദ്ദേഹം അമേരിക്കൻ താരമാണ്. അദ്ദേഹം നിലവിൽ AC മിലാന് വേണ്ടിയാണ് കളിക്കുന്നത്. പക്ഷെ അദ്ദേഹം AC മിലാൻ വിട്ടാലോ അതല്ലെങ്കിൽ ഭാവിയിലോ തന്റെ സ്വന്തം ജന്മ രാജ്യത്തേക്ക് തന്നെ മടങ്ങിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂയിന മാഞ്ചസ്റ്റർ സിറ്റി വിടും എന്നുള്ള റൂമറുകൾ സജീവമാണ്. സൗദി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൗദിയേക്കാൾ ഒരൽപ്പം താല്പര്യം ഡിബ്രൂയിനയ്ക്ക് MLS ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു ഇടക്കാലയളവിൽ വന്നിരുന്നു. ഏതായാലും അദ്ദേഹം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഒലിവർ ജെറൂദ്, അദ്ദേഹം ഏറെക്കുറെ MLS-ലേക്കാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. LAFC ഇപ്പോൾ അദ്ദേഹവുമായി ഒരു പ്രീ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വളരെ വ്യാപകമായി കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. കാരണം സൗദിയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ ഉണ്ട്, പക്ഷെ അദ്ദേഹം MLS-നെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സജീവമാണ്. MLS-നോടുള്ള ഇഷ്ടം നേരത്തെ തന്നെ ലെവൻഡോസ്കി പറഞ്ഞിട്ടുമുണ്ട്. ലൂക്ക മോഡ്രിച്ചിന്റെ കാര്യവും സമാനമാണ്. അദ്ദേഹം ഈ സീസണിന് ശേഷം റയൽ വിടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ഒന്നുകിൽ സൗദിയിലേക്കോ അല്ലെങ്കിൽ MLS-ലേക്കോ പോകാനാണ് സാധ്യത. ഇന്റർ മയാമിക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. മറ്റൊരു സൂപ്പർ താരം നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ് കളിക്കുന്നത്. ലയണൽ മെസ്സിക്കൊപ്പം വീണ്ടും കളിക്കാൻ ആഗ്രഹമുണ്ട്. അത് നെയ്മർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂടാതെ സുവാരസും ജോർദി ആൽബയും ബുസ്കറ്റ്സും ഒക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അൽ ഹിലാൽ വിടുന്ന സമയത്ത് നെയ്മർ ജൂനിയർ MLS-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം സാന്റോസിലേക്ക് തിരിച്ചെത്തുക. അടുത്ത താരം പിയറെ എമറിക് ഒബമയാങ് ആണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി LAFC ഇപ്പോൾ കഠിനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു സാധ്യതകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. കിലിയൻ എംബപ്പെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാണ്. കാരണം കിലിയൻ എംബപ്പെ 2019 അമേരിക്കൻ ഫുട്ബോളിന്റെ വികസനത്തിനെ പറ്റി ഒരുപാട് തവണ സംസാരിച്ച ഒരു താരമാണ്. ഉടനെയൊന്നും അദ്ദേഹം എത്താൻ സാധ്യതയില്ല. അദ്ദേഹം റയലിലേക്ക് പോവുകയാണ്. പക്ഷെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കൻ ലീഗിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം സജീവമാണ്. മറ്റൊരു താരം ഹാരി കെയ്ൻ ആണ്. ബയേണിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. കുറച്ചു കാലം കൂടി അദ്ദേഹം ബയേണിൽ ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ അമേരിക്കൻ ലീഗിലേക്ക് അദ്ദേഹം എത്താൻ സാധ്യതയുണ്ട് എന്നാണ് goal.com പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ MLS-നെ വലിയ രൂപത്തിൽ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.